ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചില പുതിരിക്കൽ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ചെറിയൊരു വ്ളോഗ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഒരു 1.5 മാസത്തോളം നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്ളോഗുകളുടെ കണ്ടന്റ് കാര്യങ്ങൾ കിട്ടണില്ല ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണത്. അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് വയ്യാണ്ട് അതായിരുന്നു ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് നമ്മൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അത് ഇടാണ്ടിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിന്നുപോയി വയ്യാണ്ടായതുകൊണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പം നമുക്ക് കുഴപ്പമില്ലാണ്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവ് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ നമ്മൾ ഇപ്പോഴാണ് തീരുമാനിച്ചത്. ഏകദേശം ഇപ്പോൾ 4 മണിയൊക്കെ ആയി അപ്പോഴാണ് തീരുമാനിച്ചത്. അപ്പോൾ കസിൻസ്, ഞാനും അച്ഛനമ്മ പിന്നെ 2 കസിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടോ. അപ്പോൾ ഇന്ന് എവിടെ പോകുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം സുഭാഷ് പാർക്ക് ഐസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് തന്നെ 2 വർഷങ്ങളായി ഞങ്ങൾ ഫുള്ള് ഫാമിലി ആയിട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നാണ് ലീവ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഒന്ന് പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിട്ടില്ല ബ്ലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ. ഓക്കെ. അപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ധനിച്ചേട്ടൻ വലിയമ്മയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഇതേ കുഞ്ഞുമണി ഇത് അവിടെ ഇരുന്ന് കൂടെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ വരാനായിട്ട് ഇന്നത്തെ വ്ളോഗ് അല്ലേ. അതെ അതെ. ഹായ് അടിച്ചോല്ലേ ഹായ് അടിക്കൂലേ ഹായ് അടിക്കൂലേ ആ കൈസ്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കഴിഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെറിയൊരു വീഴ എടുക്കാൻ വേണ്ടി നമ്മൾ കണ്ണാടിയോടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം കാര്യങ്ങൾ ഒരു ചെക്ക് ഷർട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കൊച്ചിന് ഉടുപ്പ് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ധനിച്ചേട്ടൻ ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചേട്ടൻ, നമ്മുടെ കൊച്ച്, അമ്മാവ, നമ്മുടെ വലിയമ്മ. ഹായ് കാണിച്ചില്ലേ ചേട്ടാ, ഒരു ഹായ് കാണിച്ചേ. ഓക്കെ. നേരത്തെ ഉടുപ്പ് മാറ്റി ഇപ്പോൾ ഇത് റെഡ് കളർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചേ. അമ്മ ലിപ്സ്റ്റിക്ക് നോക്ക് ഗൈസ്. ഇതേ ലിപ്സ്റ്റിക്ക് നോക്ക് ഗൈസ്. ചെറിയൊരു ലിപ്സ്റ്റിക്ക്. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുത്തിയിട്ടാണ് പോണത്. അപ്പോൾ എല്ലാം ചുമതലയും നമ്മൾ ഇവിടെയാണ് നോക്കുന്നത്. അച്ഛാ ഒരു ഹായ് കാണിച്ചേ. അച്ഛാ ഒരു ഹായ് കാണിച്ചേ. അതെ അതെ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയി നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ആരെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് ഇറങ്ങി വാലൊക്കെ അടച്ചിരിക്കണതാണ്. അപ്പോൾ ഇനി കാറ് വന്നിട്ട് കാണട്ടെ. അപ്പോൾ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് നാളായെങ്കിലും പക്ഷേ മറ്റേ ഷൈ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ശരിയായി വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഇപ്പോൾ 5 മണി ആവാറായി. അല്ല, എത്ര മണി? 4:30. 4:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി നൈറ്റ് ആവും ഇവിടെ എത്തുമ്പോഴത്തേക്കും. അതെ അതെ അതെ. അച്ചാമ്പ ഈ സ്വഭാവമാണെങ്കിൽ ഇപ്പം തന്നെ വരും. അതെ അതെ അതെ. അപ്പോൾ മാക്സിമം എന്താ അതെ അതെ പ്രാർത്ഥിക്കുക ഗൈസ്. അമ്മാവയുടെ സ്വഭാവം നല്ലതാവും. പ്രാർത്ഥിക്കുക ഗൈസ്. ഗൈസ് ഇതാണ് അമ്മാവ. ഇപ്പൊ മര്യാദ കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അച്ഛാ നേരെ വീട്ടു പോയാലോ. വണ്ടി എത്താറായെന്നാ കാണിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിൽ എത്തുന്ന പറഞ്ഞു. ഇരട്ടിക്കല്ലേ ബുക്ക് ചെയ്തേ? ഓ ബെൻസ് അതിട്ടില്ല ഇതാക്കല്ലേട്ടാ. അതെ ശരി എന്നാ. ഇനി വണ്ടി വന്നിട്ട് കാണാം ഗൈസ്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് എത്തി. നമ്മൾ എക്സൽ വണ്ടിയാണ് ബുക്ക് ചെയ്തത്. എക്സൽ വണ്ടി എത്ര എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പേര് ഉള്ളതുകൊണ്ട് എക്സൽ വണ്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ ഇരട്ടിയാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ ധനിച്ചേട്ടനും കുഞ്ഞുമണി കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അച്ഛനും അമ്മാമ്മയൊക്കെ നടുക്കിയിരിക്കും. അപ്പോൾ ഞാനും വലിയമ്മയും ബാക്കോട്ട് ഇരിക്കുന്നുണ്ട്. നേരെ കാണുന്ന എന്താ കുഞ്ഞുമണി ആടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാട്ട് ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാട്ട് കേട്ടതിന് അവിടെ നല്ല രീതിയിൽ ഡാൻസ് കാര്യങ്ങൾ കളിക്കും. ഇങ്ങനെ ഇരിക്കും വിചാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഡാൻസ് കാര്യങ്ങൾ കളിക്കും. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ബാക്ക് സൈഡിലുള്ള ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കണ്ടില്ല വി ഷേപ്പ് പോലെയാണ് കാര്യം നിങ്ങൾ വെച്ചേക്കുന്നത്. നല്ല ഇതിൽ വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലിരിക്കുന്ന മറ്റേ ഏഷ്യയുടെ നേരെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഒരു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ എല്ലാം കൂടി ടാറ്റ അടിക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. ഞാൻ ടാറ്റ അടിച്ചത് നിർത്തി. അപ്പോൾ അത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിലാണ്. ഇപ്പോൾ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഉത്സവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പാർക്കിൻ്റെ പോകുന്ന മുമ്പ് എന്നെ ഉദ്ദേശിച്ചു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണെന്ന്. അപ്പോൾ കുറച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇത്തിരി ഇരുന്നൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിലോട്ടാണ്.
അപ്പോൾ അമ്പലം എത്തി. അപ്പോൾ ഈ കുഞ്ഞുമണി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇറങ്ങുമ്പോൾ ടൈറ്റ് കഴിഞ്ഞ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ അത്രയും സീറ്റ് അത്രയും ഇതിലാണ് ഇത്തിരി വണ്ണം ഉള്ളതുകൊണ്ട് ഇത്തിരി ടൈറ്റാണ് കൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും ടൈറ്റ് ആയിരിക്കണം, നമ്മൾ വണ്ണം കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ കുറയ്ക്കും. അപ്പോൾ അതിൻ്റെ ചലഞ്ച് വീഡിയോ ഒക്കെ വഴിയേ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്ത് പോകാം. അപ്പോൾ അകത്തേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിന് മുമ്പിൽ തന്നെ നല്ല രീതിയിൽ നീട്ടത്തിൽ മറ്റേ വെടിക്കെട്ടിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെത്തി. നമ്മുടെ അമ്മാവയും വലിയമ്മയൊക്കെ ബാക്കോട്ട് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമണിയെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ധനിച്ചേട്ടാട്ടെ കേസ്. അപ്പോൾ ഇവിടെ അധികം കൊണ്ട് മരുന്നൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് അറ്റം വരെ ഉണ്ട് ടേസ് മറ്റേ വെടിക്കെട്ടിൻ്റെ സംഭവം. നമ്മളിപ്പോൾ ഇവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെ ആനനെ കാണാൻ പോയ സമയത്ത് തന്നെ കൃത്യം സമയം ടേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളിപ്പിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഞങ്ങൾ എടുക്കാൻ പോയത്. അപ്പോൾ അതേപോലെ മറ്റേ കാലിലൊക്കെ തേച്ച് കൊടുത്ത് കഴിയണമെന്ന് എന്ത് രസമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ആനവണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ ആനകളുടെയും വണ്ടി നമ്മൾ ഗ്രൗണ്ടിൽ ഇട്ടേക്കണത്. അപ്പോൾ ആനയുടെ വണ്ടി ആകുമ്പോൾ തന്നെ എന്ത് രസമാണ് ഗൈസ്. അപ്പോൾ അവിടെ നമ്മൾ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ ചെണ്ടമലയുടെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്കാണ്. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ കാര്യങ്ങൾ പിന്നെ നന്ദകോലിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടില്ല, ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് ഒരു ഭംഗിയില്ലാത്തത്. നൈറ്റ് വരുമ്പോൾ നല്ല കിഡിലായിട്ട് ഭംഗിയായിട്ടൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഫുൾ ലൈറ്റാണ് അവിടെ നിറച്ച് വെച്ചേക്കുന്നത്. കണ്ട നൈറ്റ് ആകുമ്പോൾ തന്നെ അവിടെ ഫുൾ ലൈറ്റാണ് കൈസ് അവിടെ. അപ്പോൾ കൊച്ചിനെ വേണ്ടിയിട്ട് അപ്പോൾ ധനിച്ചേട്ടൻ ഞങ്ങൾ ഇവിടെ ലൈറ്റ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ 2 അടി ധനിച്ചേട്ടന് തലക്കിട്ട് അപ്പത്തിന് കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവളെ ഇത്തിരി ആ സാധനം എടുത്ത് മാറ്റി വെച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പാർക്കിലോട്ടാണ് ഗൈസ്. നമ്മൾ പാർക്കിൽ പോണ സമയത്ത് ഒരു 5 മൈപ്പിലി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഗൈസ്. എന്തിനാണെന്ന് ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 മൈപ്പിലി കാര്യങ്ങൾ വാങ്ങിച്ച് എന്നിട്ട് 2 മൈപ്പിലി കാര്യങ്ങളും വിറ്റ് ഗൈസ്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇതിൽ കൂടെ നടക്കുമ്പോൾ ഫുൾ കപ്പിൾസ് ആയിട്ട് ഗൈസ് നമ്മുടെ പാർക്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല, ഫുൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനത് ഹായ് അടിക്കാൻ പറഞ്ഞപ്പോൾ വലിയമ്മ എൻ്റെ ഇതേ കാര്യങ്ങൾക്ക് ഇടിച്ച് ഗൈസ്. അപ്പോൾ നമ്മളെ വേദനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെങ്കിലും എത്തി. അപ്പോൾ ലൈറ്റ് നിൽക്കേ ഗൈസ്, നമ്മൾ വീട്ടിലെങ്കിലും എത്തി. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഗൈസ്. വൈകുന്നേരം പോയെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയി, പിന്നെ അവൾ കുറേ നേരം നിന്ന്, പിന്നെ ഇവരെ തപ്പാൻ വേണ്ടി കുറേ നടന്ന്, അതേപോലെ നേരെ സുഭാഷ് പാർക്കിലേക്ക് കുറേ നടന്ന്, പിന്നെ മൈപ്പിലി കാര്യങ്ങളൊക്കെ കുറേ 5 മൈപ്പിലി വാങ്ങിച്ചായിരുന്നു. അത് 2 മൈപ്പിലി വിറ്റു. അത് വീടെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ പല കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് വീടെടുക്കാൻ പറ്റിയില്ല. അത് വീഡിയോ ഓണായില്ല ഗൈസ്. അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത്. അതേപോലെ തന്നെ നമ്മൾ സുഭാഷ് പാർക്കിൽ പോയി കുറേ നേരം നിന്ന് കുറേ സാധനങ്ങൾ കണ്ടു അങ്ങനെ ഇരുന്നു. അപ്പോൾ വീട് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ അമ്മ അച്ഛനൊക്കെ എല്ലാവരും കാര്യങ്ങളൊക്കെ വീട്ടിനകത്താണ്. വലിയമ്മ നമ്മൾ വാതിൽ തുറന്നപ്പോഴത്തേക്കും വലിയമ്മനെ കണ്ട്. നമ്മുടെ ചേട്ടൻ വിനു, നമ്മുടെ കൊച്ചി, അമ്മ, അച്ഛൻ എല്ലാവരും ഹായ് കാണിച്ചേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത നിങ്ങളാർക്കും ബൈ.